the integrating factor of the differential equation. അപ്പോൾ എന്തായാലും ലീനിയർ ആവാനാ സാധ്യത. അപ്പോൾ അത് ലീനിയർ ഫോമിൽ എഴുതും. എങ്ങനെയത് ലീനിയർ ഫോമിൽ എഴുതാം? എക്സ് ഓൾറെഡി ഉണ്ട്, എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, പിന്നെ പ്ലസ് വൈ. എന്താ ഡി വൈ ബൈ എക്സിന്റെ ഫോം? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഇക്വൽ ടു ക്യൂ. അതാണ് ഡി വൈ ബൈ എക്സിന്റെ ഫോം. പി വൈ പറയുമ്പം 1 പ്ലസ് എക്സ് കോട്ട് എക്സ് അല്ലേ, 1 പ്ലസ് എക്സ് കോട്ട് എക്സ് വൈ ഇങ്ങോട്ട് എടുക്കുകയാണ്, മൈനസ് പ്ലസ് ഇസ് ഈക്വൽ ടു എക്സ്. ശരിയല്ലേ? എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് കോട്ട് എക്സ് വൈ is equal to 1. ഇതാണ് ഓഫ് ദ ഫോം ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഇക്വൽ ടു ക്യൂ. ഇവിടെ ക്യൂവിൻ്റെ വാല്യൂ 1 ആണ്, പിയുടെ വാല്യൂ 1 ബൈ എക്സ് പ്ലസ് കോട്ട് എക്സ് ആണ്. അപ്പം വാട്ട് ഈസ് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ? ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ് അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ്. ഇവിടെ പി സ്റ്റാൻഡ്സ് ഫോർ 1 ബൈ എക്സ് പ്ലസ് കോട്ട് എക്സ്. അപ്പം ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് e raised to 1 by x plus cot x dx. അത് e raised to 1 by x എന്താ? ln x പ്ലസ് cot x എന്താ? ഇന്റഗ്രൽ ഓഫ് cot x cos x by sin x ആണ്. cos x by sin x ഇന്റഗ്രൽ എന്താ? sin x ന്റെ ഡെറിവേറ്റീവ് ആണ് cos x. ln sin x. അപ്പോൾ ഇതെന്താ? ഇ റേസ് ടു ലോൺ എക്സ് സൈൻ എക്സ് അല്ലേ. ലോൺ എം പ്ലസ് ലോൺ എൻ ഇസ് ലോൺ എം എൻ. അപ്പോൾ ലോൺ ഓഫ് എക്സ് പ്ലസ് ലോൺ ഓഫ് സൈൻ എക്സ് എന്താ? ലോൺ ഓഫ് എക്സ് സൈൻ എക്സ്. വാട്ട് ഇസ് ഇ റേസ് ടു ലോൺ എക്സ് സൈൻ എക്സ്? എക്സ് സൈൻ എക്സ്. അപ്പോൾ ഇവിടെ എക്സ് സൈൻ എക്സ് ആണ് ഉത്തരം. ഓപ്ഷൻ എ ഇസ് ആൻസർ അല്ലേ. ശരി. ഈ ചോദ്യം നോക്കൂ, ഇതും അതേ ഒരു സാധാരണ ചോദ്യമല്ല. കാരണം കണ്ടോ, the solution of y equals f of x, y equals y of x of the differential equation thus passing through 2, 4 does not pass through the point. ഭയങ്കര ഭംഗിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അത് ആ ഫാമിലി ഓഫ് കർവ്സ് കണ്ടുപിടിക്കാനുള്ള, ശരിക്കും പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താ? അതിൻ്റെ ഫാമിലിയാണ്. അപ്പോൾ ഇതിന് സൊല്യൂഷൻ കാണാം. എന്താ? y dxന്റെ വാല്യൂ എക്സ് ഡി വൈ ആണ് അല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയബിൾ സെപ്പറബിൾ ആണ്. ഡി എക്സ് ബൈ എക്സിന്റെ വാല്യൂ എന്താ? ഡി വൈ ബൈ വൈ ആണ്. ഇന്റഗ്രേറ്റ് ചെയ്താൽ ലോൺ എക്സ് എന്ന് പറയുന്നത് ലോൺ വൈ പ്ലസ് ലോൺ സി ആണ്. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇൻ ടു സി ആണ്. നമുക്ക് ലോൺ വൈ പ്ലസ് ലോൺ സിനെ ലോൺ വൈ സി എഴുതാം. ഇനി ഇതാ തന്നിന് ആ സി കാണാനാണ് ഈ സാധനം തന്നുള്ളത്. പാസിംഗ് ത്രൂ ദ പോയിന്റ് 2, 4. അപ്പോൾ 2, 4 ലൈസ് ഓൺ ഇറ്റ്. 2, 4 ഈ കേർവിലുണ്ട്. ആക്ച്വലി ഈ കേർവ് ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ, ഫാമിലി ഓഫ് സ്ട്രേറ്റ് ലൈൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. അങ്ങനെ ആവാത്ത ഓപ്ഷൻ. അപ്പം 2, 4 ഉണ്ട്. എക്സിന് പകരം 2ഉം വൈക്ക് പകരം 4ഉം കൊടുത്താൽ അത് വർക്ക് ചെയ്യും. എക്സിന് പകരം 2 ഇസ് ഇക്വൽ ടു 4 ഇൻറ്റു സി. അപ്പോൾ സിയുടെ വാല്യൂ എന്താ കിട്ടുക? 1/2 എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു 1/2 എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? y ഈക്വൽ ടു 2x. ഇതാണ് ആ ലൈൻ. ഇറ്റ്സ് എ ലൈൻ പാസിംഗ് ടു ദ ഒറിജിൻ. അപ്പോൾ y ഈക്വൽ ടു 2x കിടക്കാത്ത പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് പാസ് ടു ദ പോയിന്റ്. y ഈക്വൽ ടു 2x. നമുക്ക് എക്സിന് പകരം -1 കൊടുത്താൽ -2 കിട്ടും വൈയുടെ വാല്യൂ. അപ്പോൾ അത് തെറ്റാ. എ പാസ് ചെയ്യും. 1 -2 ഇതിന് മുകളിലുണ്ട്. അപ്പോൾ എ തെറ്റാണ്. അപ്പോൾ എ ഇസ് നോട്ട് ദ ആൻസർ. ഡസ് നോട്ട്, ശ്രദ്ധിക്കുക, ഡസ് നോട്ട് പാസ് ടു ദ ഒറിജിൻ ആണ്. അപ്പം -1 അല്ല, ഡസ് നോട്ട് പാസ് ടു ദ പോയിന്റ് ആണ്. -1 -2 ഈ വരയുടെ മുകളിലുണ്ട്. അവിടെ എ അല്ല ആൻസർ. എക്സിന് പകരം -1/2 കൊടുത്തു നോക്കൂ. എക്സിന് പകരം -1/2 കൊടുത്താൽ വൈയുടെ വാല്യൂ -1 ആണ്. ഇതും അല്ല ആൻസർ. ബി ഈസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. എക്സിന് പകരം -2 കൊടുത്തു നോക്കൂ. വൈയുടെ വാല്യൂ -4. ഇതും അല്ല ആൻസർ. അപ്പോൾ എന്തായാലും എക്സിന് പകരം 1/2 കൊടുത്താൽ, എക്സിന് പകരം 1 കൊടുത്താൽ വൈയുടെ വാല്യൂ 2 അല്ലേ കിട്ടും. അപ്പോൾ ഇതാണ് ആൻസർ. ഡി ഈസ് ആൻസർ. അപ്പോൾ 1/2 അതിന് മുകളിലില്ല. ഇറ്റ്സ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഓൾസോ അല്ലേ. അപ്പം എന്തൊക്കെ ചോദിക്കാം? It represents a family of straight lines passing the origin. ഇത് 2, 4 പാസ് ചെയ്യണമെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ എന്താ ചോദിക്കാം? y ഈക്വൽ ടു 2x ചോദിക്കാം. y ഈക്വൽസ് f of x ഇങ്ങനെ ചോദിക്കാം. y ഈക്വൽസ് y of x എന്താ? y ഈക്വൽസ് 2 ആണ്. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് y4 ചോദിക്കാം.
വാട്ട് ദ വാല്യൂ വൈ 4? എക്സിന് പകരം 4 കൊടുക്കാം. ഇറ്റ് ഈസ് 4 into 2 8 വയ്ക്കാം അല്ലേ? അല്ലെങ്കിൽ വാട്ട് ദ വാല്യൂ ഓഫ് വൈ ഓഫ് 2025 ചോദിക്കാം. വാട്ട് ഇസ് വൈ ഓഫ് 2025? ഇറ്റ് ഈസ് 4050. അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം കേട്ടോ. ഓക്കെ. The solution of the differential equation passing through the origin is solution of the differential equation passing through origin. നോക്കൂ, ഇത് ആക്ച്വലി ഇതിന്റെ ഓർഡർ എന്താ? ഓർഡർ 1 ആണ്, പക്ഷെ ഡിഗ്രി ഡിഫൈൻഡ് അല്ല. കണ്ടോ, ലോഗ് ഓഫ് ഡിവൈഡ് ബൈ എക്സ് ആണ്, ഡിഗ്രി ഡിഫൈൻഡ് അല്ല. ഇതിൽ ഓർഡർ 1 ആണ്, ഡിഗ്രി ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഡിവൈഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ബേസ് ഇ ആയതുകൊണ്ട് ഇ റേസ് ടു എഴുതാം അല്ലേ? ഇ റേസ് ടു എഴുതാം അല്ലേ? അപ്പോൾ ഡിഗ്രിയും ഡിഫൈൻഡ് ആണ്, അത് ഓർഡറും ഡിഗ്രിയും ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇത് ഇ റേസ് ടു 3x പ്ലസ് 4y വരും. അപ്പോൾ അത് ഡിവൈഡ് ബൈ എക്സ്. അപ്പോൾ ഇത് ഓഫ് കോഴ്സ് ഓർഡറും ഡിഗ്രിയും ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 3x ഇൻറ്റു ഇ റേസ് ടു 4y. ഇത് വേരിയബിൾ സെപ്പറബിൾ ആണ് അല്ലേ? ഇ റേസ് ടു 3x അവിടെ വയ്ക്കാം, ഇ റേസ് ടു 4x ഇവിടെ വയ്ക്കാം. അപ്പോൾ ഇ റേസ് ടു മൈനസ് 4y dy ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 3x dx. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എന്താ കിട്ടാം? ഇറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് 4y ഡിവൈഡഡ് ബൈ മൈനസ് 4 ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 3x ബൈ 3 പ്ലസ് c. ഇത് പാസിങ് ത്രൂ ദ ഒറിജിൻ എന്ന് പറയുന്നത്. പാസിങ് ത്രൂ ഒറിജിൻ ആണെങ്കിൽ ನಾವು എക്സിന് പകരം 0 കൊടുത്താൽ വൈയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ എക്സും വൈയും 0 ആണെങ്കിൽ എന്താ കിട്ടുക? ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 മൈനസ് 1/4 ഇസ് ഈക്വൽ ടു 1/3 പ്ലസ് സി. അപ്പോൾ സിയുടെ വാല്യൂ എന്താ കിട്ടുക? 1/3 പ്ലസ് 1/4 കിട്ടും അല്ലേ? അപ്പോൾ 7/12 വരും. The equation is, what is the equation? Therefore, the equation is, എന്തായിരിക്കും equation? Therefore, equation becomes e raised to minus 4y divided by minus 4 is equal to e raised to 3x by 3 plus c ക്ക് പകരം 7/12. ഒന്നായിട്ട് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ, കുഴപ്പമില്ല. 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 3 e raised to minus 4y is equal to 4 e raised to 3x plus 7 വരും. ഇതാണ് ആൻസർ. ഇതാണ് ആൻസർ. അപ്പോൾ 4 e പവർ 3x പ്ലസ് 3 e പവർ ദിസ് പ്ലസ് 7 ഇസ് ഈക്വൽ ടു 0. എല്ലാം പ്ലസ്. ഇയുടെ വാല്യൂ -7 ആണ്. ഇവിടെ -7, ഇവിടെ -7 കേട്ടോ. സിയുടെ വാല്യൂ -1/3 മൈനസ് ദിസ് ആണ്. അപ്പോൾ ഇത് -7 ആണ്. അപ്പോൾ -7 ആവുമ്പം ഇവിടെ മൈനസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ വാട്ട് യു ഗെറ്റ് ഇസ് എല്ലാത്തിനും കൂടി എടുക്കാം. 4 e പവർ 3x പ്ലസ് 3 e raised to minus 4x minus 7. ഓപ്ഷൻ ബി ഇസ് ആൻസർ അല്ലേ? ബി ഇസ് ആൻസർ. ഇത് സാധാരണ വേരിയബിൾ സെപ്പറബിൾ ആണ്, പക്ഷെ ആ കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ശ്രദ്ധിക്കാം കേട്ടോ. The curve represented by the differential equation this passes through the point 0,4. It also passes through the point p minus 1k and q lambda 10. What is the value of p q square? p q square ചോദിച്ചാൽ അപ്പോൾ കെയുടെ വാല്യൂ q ലാംഡയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഐഡിയ ഈസ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ആൻഡ് ലാംഡ. അപ്പോൾ കെയും ലാംഡയും കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? passes through the point 0,4. ലാംഡ എവിടെയുള്ളത്? If it also pass through minus 1k and അത് കെയുടെ വാല്യൂ കാണാം, കേവ് കാണാം, അത്രയേ ഉള്ളൂ. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ അത്. അപ്പോൾ y ഈസ് ഈക്വൽ ടു, നോക്കൂ, y ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഇത് ആക്ച്വലി എന്താ? 2 into x plus y, x plus 1 into y divided by, ഇത് ഫാക്ടറൈസബിൾ അല്ല അല്ലേ? ഫാക്ടറൈസബിൾ അല്ല. x plus 1 x square plus 2x plus 2 ആ വരെ. ഇത് വേരിയബിൾ സെപ്പറബിൾ ആണ് അല്ലേ? ഇതിനെ ഡിവൈനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, dy by y is equal to that. ഓക്കെ, ശരിയാണ്. dy by y is equal to 2x plus 2 divided by x square plus 2x plus 2 dx. ശരിയല്ലേ? അപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ആണ്. ഡിവൈയുടെ കൂടെ വൈയും dxന്റെ കൂടെ എക്സും ആയിട്ട് മാറ്റാൻ പറ്റും. വേരിയബിൾ സെപ്പറബിൾ ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക.
Integrating both sides, what you get? Ln y is equal to, നോക്കൂ താഴത്തെ ഡെറിവേറ്റീവ് അല്ലേ മുകളിലുള്ള 2x plus 2 കണ്ടോ? ആൻസർ ഇസ് log ഓഫ്, ഇത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് മോഡുലസ് എഴുതേണ്ട ആവശ്യമില്ല, കാരണം എക്സ് സ്ക്വയർ പ്ലസ് 2x plus 2ൻ്റെ ഡിസ്റ്റൻറ്റ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് മോഡുലസ് എഴുതേണ്ട കാര്യമില്ല. 2x plus 2 എന്ന് എഴുതാം, പ്ലസ് സി എഴുതാം. എന്നിട്ട് ഇത് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് കൂടി പാസ് ചെയ്യുന്നത് 0,4 കൂടി പാസ് ചെയ്യുന്നത്. അപ്പോൾ 0,4 കൂടി പാസ് ചെയ്യുന്ന എക്സ് 0 കൊടുത്താൽ വൈയുടെ വാല്യൂ 4 കിട്ടും. അപ്പോൾ ln 4 is equal to ln, ഇവിടെ 0 കൊടുത്തു, അപ്പോൾ ln 2 പ്ലസ് സി എന്ന് വരും. അപ്പോൾ സിയുടെ വാല്യൂ എന്താ കിട്ടുക? ln 4 മൈനസ് ln 2, ln 4/2, ln 4 മൈനസ് ln 2, it is ln 4/2. അപ്പോൾ സിയുടെ വാല്യൂ ln 2 എന്ന് വരും. അപ്പോൾ സിയുടെ വാല്യൂ ln 2 ആണെങ്കിൽ, വാട്ട് ഈസ് ദ കർവ്? ദ കർവ് എന്താ? ln y is equal to ln of x square plus 2x plus 2 plus ln 2. ശരിയല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് ട്വൈസ് ഓഫ് ദാറ്റ് എഴുതാം. ഇതിന് നമുക്ക് ln of 2 into x square plus 2x plus 2 എന്ന് എഴുതാം, കാരണം ln m plus ln n is ln mn. അപ്പോൾ ln y ആണിത്. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ എന്താ? y is equal to മൾട്ടിപ്ലൈ ചെയ്താൽ 2x square plus 4x plus 4 വരും. ഇതാണ് വൈയുടെ വാല്യൂ, ഇതാണ് ഫംഗ്ഷൻ്റെ വാല്യൂ അല്ലേ? ഫംഗ്ഷൻ്റെ വാല്യൂ അതാണ്. ഇനി എന്താ പറഞ്ഞത്? ഫംഗ്ഷൻ ഇസ് എ ക്വാഡ്രാറ്റിക്, ഈ ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടി. ഇനി എന്താ? ഈ കർവിൽ ഇതും ഉണ്ട്. അപ്പം -1k അതിലുണ്ട്, -1k അതിലുണ്ടെങ്കിൽ എക്സിന് പകരം -1 കൊടുത്താൽ വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ k is equal to എന്ത് കിട്ടും? ഇവിടെ -1 കൊടുക്കുക, അപ്പം 2 - 4 + 4. അപ്പോൾ കെയുടെ വാല്യൂ 2 കിട്ടി. അപ്പോൾ യു ഗോട്ട് ദ വാല്യൂ ഓഫ് k. അപ്പോൾ പിയുടെ വാല്യൂ നമുക്ക് കിട്ടിയില്ലേ? വാട്ട് ദ വാല്യൂ ഓഫ് p? p is equal to -1 2. ഇതാണ് p. അതുപോലെ എന്താ? λ10 അതിലുണ്ട്. λ10 അതിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? യു പുട്ട് ദ വാല്യൂ ലാംഡ there. എക്സിന് വൈക്ക് പകരം ലാംഡ കൊടുക്കുക, വൈയുടെ വാല്യൂ 10 ആണ്. അപ്പോൾ y 10 ആയാൽ എന്താ കിട്ടുക? y 10 ആയാൽ 10 is equal to, വൈയുടെ വാല്യൂ 10 ആണ്, 10 is equal to 2 lambda square plus 4 lambda plus 4. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ lambda square plus 2 lambda, ഇവിടെ 2 ഉണ്ടാവും, ഇവിടെ 5 ഉണ്ടാവും, അപ്പോൾ പ്ലസ് -3 അല്ലേ? ഇവിടെ 2 അല്ലേ ഉണ്ടാവുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 ഉണ്ടാവും, ഇവിടെ 5 ഉണ്ടാവും. 5 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 2 - 5 -3 അല്ലേ വരിക? is equal to 0. അന്ന് ലാംഡയുടെ വാല്യൂ കണ്ടുകൂടെ മക്കളെ? യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ. ലാംഡ എന്താ? ലാംഡ ഇസ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ലാംഡയുടെ വാല്യൂ എന്താന്ന് പറഞ്ഞില്ലല്ലോ. ലാംഡ വൈയുടെ വാല്യൂ പോസിറ്റീവ് ആണ്. ഇറ്റ് ഓൾസോ പാസസ് ടു ദ പോയിന്റ് ദിസ്. ലോൺ ഉണ്ടല്ലോ, അപ്പോൾ ലോൺ ഉള്ളതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. ലോൺ വൈ ലോൺ എക്സ്. ഓക്കെ എനിവേ, അപ്പോൾ ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ലാംഡ -3 ലാംഡ +3 ഇൻറ്റു ലാംഡ -1 is equal to 0 വരും. അപ്പോൾ ലാംഡയുടെ വാല്യൂ -3 വരും, ലാംഡയുടെ വാല്യൂ 1 വരും. അല്ലേ? ലാംഡയുടെ വാല്യൂ 3 വരും, ലാംഡയുടെ വാല്യൂ 1 വരും. ലാംഡയ്ക്ക് 2 വാല്യൂ ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് ലാംഡയുടെ വാല്യൂ 2 വാല്യൂ വരുന്നത്? അപ്പോൾ ലാംഡയുടെ വാല്യൂ, വൈയുടെ വാല്യൂ പോസിറ്റീവ് ആണ്, ശരിയാണ്. വൈ പോസിറ്റീവ് ആവണം, അപ്പോൾ ലാംഡ 3 ആയാൽ, അപ്പം എക്സിന് പകരം ലാംഡ 3 ആയാൽ നോക്കൂ, ലാംഡ ഇവിടെ -3 ആയാൽ എന്താ വരിക? ഇവിടെ 3 ആയാൽ 3 3 is 9 2 is 18 + 4, വൈ പോസിറ്റീവ് തന്നെ അല്ലേ? 3 ആയാൽ 9 3 is 18, this is 9 2 is 18 + 4 2. ഓക്കെ, വൈയുടെ വാല്യൂ പോസിറ്റീവ്. അപ്പോൾ ലാംഡ -3 ആവാലോ. Passing through the point 0,4 and also pass through point -1k and lambda 10. അപ്പോൾ ലാംഡയ്ക്ക് അപ്പോൾ 2 വാല്യൂ ഉണ്ടാവില്ലേ? PQ² ആണ് ചോദിച്ചത്. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എന്താവാം? ദിസ് ക്യൂ ക്യാൻ ബി, ക്യൂ എന്താവാം? 110 ആവാം, 110 ആവാം, ഓർ യു ക്യാൻ ഹാവ് -310. ഇത് രണ്ടും ആവാം കേട്ടോ, രണ്ടും ആവാം. അങ്ങനെയാണെങ്കിൽ PQ² നോക്കാം. വാട്ട് ഇസ് PQ²? PQ² ഇത് രണ്ടും ആണെങ്കിൽ PQ² എന്തായിരിക്കും നോക്കും. -1 - 1 square, it is 4. പിന്നെ +2 - 10 8 64.
64 പ്ലസ് 4 68. ഇവിടെ 68 ഉത്തരമുണ്ട്. ഇനി മൈനസ് 3 10 ആണെങ്കിലോ, ഇത് രണ്ടും ആണെങ്കിലോ, ഇത് രണ്ടും ഓർ യു ക്യാൻ ഹാവ് പി ക്യൂ സ്ക്വയർ ഇസ് ഇക്വൽ ടു ഇത് രണ്ടും കൂടെ ആണെങ്കിൽ 4 അല്ലേ, 4 പ്ലസ് അതും അത് തന്നെയാണ് വാല്യൂ അല്ലേ, രണ്ടിനും ഒരേ വാല്യൂ തന്നെയാണ്. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. 68 ആണ് ഉത്തരം. ഇൻ എനി കേസ് എ വാല്യൂ ഇസ് 68. നല്ല ചോദ്യമാണത്. അപ്പോൾ വിത്ത് ദാറ്റ് വി ക്ലോസ് calculus part of CUET. Okay, thank you.